ആകാശവാണി കവരത്തി. ആകാശവാണി കവരത്തിയുടെ ഇമ്മിണി ബെല്ല ലോകം എന്ന പരിപാടിയിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു കൊച്ചു കൂട്ടുകാരി വന്നിട്ടുണ്ട്, നമുക്ക് പരിചയപ്പെടാം. പേരെന്താ മോളുടെ? സെൻഫ മുനീർ. സെൻഫ മുനീർ എവിടെന്നാ വരുന്നത്? കവരത്തി ദ്വീപിൽ നിന്ന്. വീട്ടിലാരൊക്കെയുണ്ട്? ഉമ്മ, വാപ്പ, ഇളാമ്മ, ഉമ്മമ്മ, പിന്നെ 2 മാമന്മാർ. അപ്പൊ എല്ലാരും ഉണ്ടല്ലേ വീട്ടില്? അതെ. ഉമ്മയുടെ പേരെന്താ? സജന. ഉമ്മ എന്താ ചെയ്യുന്നേ? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഉമ്മ? കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. കേക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലേ? ആ. ഏത് തരം കേക്കുകളാ ഉണ്ടാക്കുന്നത്? ഡ്രീം കേക്ക്, ബർത്ത്ഡേന്റെ കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഉപ്പയുടെ പേരെന്താ? മുനീർ. ഉപ്പൊക്കെ എന്താ ജോലി? ഉപ്പ ഓട്ടോ ഡ്രൈവറാ. ഓട്ടോയിലൊക്കെ കറങ്ങാനൊക്കെ കൊണ്ടുപോകാറുണ്ടോ സെൻഫെ? അതെ. സെൻഫ കുട്ടി ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? 5ാം ക്ലാസ്സില്. ഏത് സ്കൂളിലാണ്? ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂൾ നോർത്ത് കവരത്തി. ഇമ്മിണിബെല്ല ലോകത്തിൽ എന്ത് പരിപാടികളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്? കഥകളും പാട്ടുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. കൂട്ടുകാരെ, സെൻഫമ്മയുടെ പാട്ട് കേട്ടിട്ട് നമുക്ക് വിശേഷങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരാം. ചേർന്നീട്ടരെ കറകൾ ബിന ചെയ്യും ശേന്തിതാലെ ചേടാ കൂഫിർ പിന്താൻ പുറപ്പെട്ടുള്ളേ സമയം ചെണ്ടകൾ തകുണിത മത് ചെവിപ്പെടയും കണ്ടിടെ കുറെ ഫൗസുകൾ വരച്ചൊടിയും ഉണ്ടവർകളിലായി പലതരം കൊടിയും ചെമ്മേ ഒരു ദൂര അതിയിലുണ്ടേ ചെമ്മേ ഒരു ദൂര അതിയിലുണ്ടേ തീർത്തിങ്കടുത്തപ്പോൾ ഷുജാത്ത് മഷൂറ ധീരൻ സൂറാക്കത്ത് ബനു മാലിക്കാം അവർ തൻ തിരുടനം ജയലുടെ കരമ പിടിത്ത് കരിമുഖനൊടിക്കലി മുകളായി ഒത്ത് പൊഴുതലിൽ ഹറബിനെ നിനവുമെത്ത് ചേനെ കനിന്തതാ പടി തോന്നുന്നേ ചേനെ കനിന്തതാ പടി തോന്നുന്നേ കൂർന്നീട്ടുമൈ പിന്താൻ പുറപ്പെട്ടതാ ജബാമെ കോട്ടം വരാതുകൾ ഹസറാളുണ്ട് അവർകൾ കുറൈസലാ സമയത്തിനകത്ത് മറുവലറുള്ള പരികളാത്ത് പറവതിലുള്ളവെ അവരെ മടുത്ത് കോടോ ലാഭമാന ചുരുതി പോമോ കോടോ ലാഭമാന ചുരുതി പോമോ നീണ്ട് നടക്കുമോ അതു കണ്ടിട്ടേനെ ഫൗസ് നിങ്ങൾ കുതക്കെ തിന്നണന്തോരാമേ അണുവും നിനയില്ലാതാകും അത് പിടിക്കാമേ കെണിയിൽ ചെലിയാതെ പൊരുതണമുമൈകളും പടൈ കലിയത്തൻ ഫൗസിനെ കളർത്തവരുടെ നീറും കുറേശണം പെരുപ്പിത്തോരാ നീറും കുറേശണം പെരുപ്പിത്തോരാ ചേർന്നിട്ടരികറുകൾ ബിന ചെയ്യും ശേന്തിതാലെ ചേടാ കുഫിർ ബിന്ദാൻ പുറപ്പെട്ടുള്ളേ സമയം ചെണ്ടകൾ തഗുണിത മന്ത് ചെവിപ്പെടയും കണ്ടിടെ കുറെ ഫൗസുകൾ വരച്ചൊടിയും ഉണ്ടവർകളിലായി പലതരം കൊടിയും ചെമ്മേ ഒരു ദൂര അതിയിലുണ്ടേ ചെമ്മേ ഒരു ദൂര അതിലുണ്ടേ. മാഷാല്ലാ, നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് സെൻഫ. താങ്ക് യു. ഈ പാട്ട് ഇമ്മിണിബെല്ല ലോകം എന്ന പരിപാടിയിൽ പാടാൻ പഠിച്ചതാണോ ഇല്ല നേരത്തെ വേറെ എവിടെയെങ്കിലും പരിപാടിയിൽ പഠിച്ച പാട്ടാണോ? ഇന്ദ്രജീവിക്ക് പഠിച്ച പാട്ടാ. ഇന്ദ്രജീവിക്ക് പഠിച്ച പാട്ടാണല്ലേ? അതെ. എന്നിട്ട് മോൾക്ക് ഫസ്റ്റ് കിട്ടിയിരുന്നോ ഈ പാട്ടിന്? ഇല്ല, തേർഡേ കിട്ടിയുള്ളൂ. തേർഡ് കിട്ടിയുള്ളൂ അല്ലേ? ഇനി അടുത്ത പ്രാവശ്യം ഫസ്റ്റ് കിട്ടട്ടെ മോൾക്ക്. ആ. പിന്നെ വീട്ടിലെ ഉമ്മമ്മയും മാമനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവരുടെയൊക്കെ പേരെന്താ? മാമന്റെ പേര് സൽമി, വേറൊരു മാമന്റെ പേര് സാജി, ഉമ്മമ്മാന്റെ പേര് റഹ്മത്ത് ബി, ഇളാമാന്റെ പേര് സഹിന, ഇളാമാക്കൊരു കുട്ടിയുണ്ട് പേര് മുഹലി. ഇത്രയും പേരുണ്ട് അല്ലേ വീട്ടില്? അതെ. ഇപ്പൊ സ്കൂളൊക്കെ തുറന്നില്ലേ? സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. പഠിക്കാനൊക്കെ തുടങ്ങിയോ? അതെ. എല്ലാ സബ്ജക്റ്റിനും ടീച്ചേഴ്സ് ആയോ? അതെ. ടീച്ചേഴ്സിന്റെ പേര് അറിയോ മോൾക്ക്? അതെ. പേരെന്താ? EVS എടുക്കുന്ന ടീച്ചറിന്റെ പേര് നബീഹ, ഇംഗ്ലീഷ് എടുക്കുന്ന സാറിന്റെ പേര് റിയാസ്, ഹിന്ദി എടുക്കുന്ന ടീച്ചറിന്റെ പേര് ഹമർ, മാത്സ് എടുക്കുന്ന ടീച്ചറിന്റെ പേരും ഹമർ, മലയാളം എടുക്കുന്ന ടീച്ചറിന്റെ പേര് അത്തുബി. ഓക്കെ, അപ്പൊ ഇത്രയും ടീച്ചേഴ്സ്മാരുണ്ടല്ലേ? അതെ. ഇപ്പൊ വേൾഡ് കപ്പ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ? അതെ. മോൾക്ക് ഇഷ്ടപ്പെട്ട ടീം ഏതാ? അർജന്റീന. അർജന്റീന ആണോ കൂടുതൽ ഇഷ്ടം? അതെ. അർജന്റീനയിലെ കളിക്കാരുടെ പേര് പറയാമോ? ആ,
മെസ്സി, ഫെർണാണ്ടസ്, അൽവാനസ്, ഡി പോൾ. ഇത്രയും പേരുടെ പേരറിയാലേ. ആ, ഏറ്റവും ഇഷ്ടം ആരെയാണ് അർജന്റീനയില്? മെസ്സിയെ. മെസ്സിയാണോ കൂടുതൽ ഇഷ്ടം? അതെ, വാപ്പയ്ക്ക് അർജന്റീന ടീമിനോടാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് സൻഫയ്ക്കും അർജന്റീന ടീമാണല്ലേ ഇഷ്ടം. അതെ. കളിയൊക്കെ കാണാറുണ്ടോ അപ്പോൾ? ആ, ഇപ്പൊ വൈകിയൊക്കെ അല്ലേ കളി? ഇങ്ങനെ 10:30 3:30 ആ ടൈമിലൊക്കെ അല്ലേ കളി? അപ്പൊ കാണാറുണ്ടോ കളി? ഇല്ല, ഉപ്പ കണ്ടിട്ട് എനിക്ക് വന്നിട്ട് ആരാ ജയിച്ചതെന്നൊക്കെ പറഞ്ഞുതരും. ആ, അങ്ങനെ ഉപ്പ പറഞ്ഞുതരാം അല്ലേ. അതെ. ഇനി ഇമ്മണി വലിയ ലോകത്തിൽ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്? കഥയാണ്. അന്ന് കൂട്ടുകാർക്ക് വേണ്ടി നമുക്കൊരു കഥ പറഞ്ഞാലോ? ആ, നമസ്കാരം കൂട്ടുകാരെ. വിശപ്പ് സഹിച്ചവന് പച്ചവെള്ളത്തിന്റെ മധുരം അറിയുമെന്നൊരു ചൊല്ലുണ്ടല്ലോ, അതേപോലുള്ള ഒരു ഗുണപാഠ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എന്റെ കഥയുടെ പേരാണ് ആഗ്രഹം. നമ്മൾ ഇന്ന് എന്ത് സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. 3 നേരത്തെ ഭക്ഷണവും വസ്ത്രങ്ങളും എല്ലാം സമയാസമയത്ത് നമ്മൾക്ക് കിട്ടുന്നു. ഇതൊന്നും കിട്ടാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതേപോലെ ഒരു ഗുണപാഠ കഥയുമായാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഒരു ഗ്രാമത്തിൽ അപ്പു എന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി വളരെ പാവപ്പെട്ടതായിരുന്നു. അവന്റെ വീട് ഓല മെയ്തുണ്ടാക്കിയതായിരുന്നു. അവന് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവന് പഠിപ്പെന്ന് വെച്ചാൽ എന്താന്ന് പോലും അറിയുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവന്റെ അമ്മ അവനെ സർക്കാർ സ്കൂളിൽ ചേർത്തു. സർക്കാർ സ്കൂളിലേക്ക് എത്തിയതും കുട്ടികളുടെ കയ്യിൽ പുതിയ ബാഗുകൾ, ചെരുപ്പുകൾ കണ്ട് കുട്ടന്റെ അമ്മയ്ക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാനേ പറ്റിയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവന് അപ്പു എന്ന ഒരു കൂട്ടുകാരനെ കിട്ടി. അപ്പുവും കിട്ടുവും കൂടി നല്ല സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അപ്പു കിട്ടുവിനോട് ചോദിച്ചു, കിട്ടു, നിന്റെ വീട് ഓടാണോ ഓലയാണോ? അവൻ പറഞ്ഞു, മാളികപ്പുറമുള്ള വീട്. അപ്പു ഇത് കേട്ട് ഞെട്ടിപ്പോയി. മാളികപ്പുറമുള്ള വീടോ? കിട്ടു ചോദിച്ചു. നീ ഇതുവരെ മാളികപ്പുറമെന്ന വീട് കണ്ടിട്ടില്ലേ? ഒരു ദിവസം നിന്നെ ഞാൻ ഉറപ്പായും കൊണ്ടുപോകാം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കിട്ടു അപ്പുവിനെ കൂട്ടി അവന്റെ വീട്ടിലേക്ക് പോയി. അവന്റെ വീട് കണ്ടതും അപ്പു ആശ്ചര്യപ്പെട്ടു പോയി. കതക് തുറന്നപ്പോൾ ഭൗ ഭൗ ഒരു പട്ടി. കുട്ടൻ പേടിച്ചു പോയി. അതിന്റെ അടുത്തുള്ള ഒരു വീട്ടിൽ ഒരു കുഞ്ഞു പട്ടി. അതിന്റെ അടുത്തേ ഒരു ചെറിയ പാത്രത്തിൽ നിറയെ ഭക്ഷണമുണ്ടായിരുന്നു. ഇത് കണ്ട് അപ്പുവിന്റെ വായിൽ വെള്ളം വന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ടീച്ചർ കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് വലുതായാൽ ആരാകാനാണ് ആഗ്രഹം? അപ്പു വേഗം എണീറ്റ് പറഞ്ഞു, എനിക്ക് അപ്പുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായാൽ മതി. ഇത് കേട്ട് എല്ലാവരും ചിരിച്ചു. ചിരി അധികം നേരം നീണ്ടു നിന്നില്ല. അപ്പുവിന്റെ അവസ്ഥ മനസ്സിലാക്കിയ അധ്യാപകരും കൂട്ടുകാരും അവനെ സഹായിച്ചു. അവൻ പഠിച്ച് വലിയ ഉയരങ്ങളിലേക്കെത്തി. കൂട്ടുകാരെ, ഇതിന്റെ ഗുണപാഠം എന്താണെന്നറിയോ? നമ്മൾ എന്താഗ്രഹിച്ചാലും അതിന് ഉറപ്പായും പ്രതിഫലമുണ്ടാകും. അടിപൊളി കഥ ആയിരുന്നു. താങ്ക് യു. പിന്നെ ഉപ്പയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് മോളുടെ? ഉപ്പയുടെ വീട്ടിൽ ഉപ്പയുടെ ഇത്തയും പിന്നെ ഇത്താന്റെ മോനും. അവർ മാത്രമാണോ ഉള്ളത്? അതെ. ഇത്തയുടെ പേരെന്താ? സാലിഹത്ത്. സാലിഹത്തിനൊരു മകനുണ്ട്. പേരെന്താ? വലീദ്. ഞങ്ങളിപ്പോ ഉപ്പാന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അതെന്താ ഉപ്പയുടെ വീട്ടിൽ താമസിക്കുന്നേ? അവിടെ ഉപ്പയുടെ ഉമ്മ മരിച്ചതിന് ശേഷം ഞങ്ങളാ അവിടെ നിൽക്കണേ. ആ, ശരി. സൻഫക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടോ? അതെ, ഒരുപാട് കൂട്ടുകാരുണ്ട്. കൂട്ടുകാരുടെ പേരെന്താ? നൗറ, അസഹ, സെൻവ, സെനൂഫ, ഐമ, അച്ചു, അസ്ന. അപ്പൊ കുറേ കൂട്ടുകാരുണ്ടല്ലേ. ആ. അപ്പൊ വൈകുന്നേരങ്ങളിൽ നിങ്ങൾ എന്താ ചെയ്യാറ് സ്കൂൾ വിട്ട് വന്നാൽ? ഞങ്ങൾ സൈക്കിള് കൊണ്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ കളിക്കും. പിന്നെ സന്ധ്യ ആകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. എന്ത് കളികളാ കളിക്കാറ് നിങ്ങള്? ഡോർജ് ബോൾ, ഓട്ടിച്ചു പിടിക്കൽ, ചാട്ടം, അങ്ങനത്തെ പല പല കളികളും കളിക്കാറുണ്ട്. വൈകുന്നേരങ്ങളിൽ കുറേ കളികളൊക്കെ കളിക്കാറുണ്ടല്ലേ. അതെ. മോളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു ദിവസം ഏതാണ്? എൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്ക് എന്താ ചെയ്യാറ് നിങ്ങള്? ബർത്ത്ഡേക്ക് എനിക്ക് 10ാമത്തെ വയസ്സിലെ ബർത്ത്ഡേക്ക് ഞങ്ങൾ വീട്ടിലെ എല്ലാവരെയും വിളിച്ച് ഒരു കുഞ്ഞു കേക്ക് മുറിച്ച് ആഘോഷിച്ചു. അപ്പൊ മോളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായ ദിവസം അപ്പൊ ഓരോരോ വർഷം കൂടുമ്പോൾ ഓരോ ബർത്ത്ഡേ ആണല്ലേ. അതെ. പിന്നെ എന്താ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ജീവിതത്തില്? പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കാര്യം, എൻ്റെ വാപ്പ A14 ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കണമെന്ന് അപ്പോഴേ പറയാ. അങ്ങനെ ഒരു ദിവസം ഉപ്പ അന്ത്രോത്തിലേക്ക് കളിക്കാൻ പോയി ക്രിക്കറ്റ്. അപ്പോൾ ഞങ്ങളുടെ കവരത്തി നാട്ടിലേക്ക് സെക്കൻഡ് കിട്ടി. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ഇപ്പൊ കളിക്കാൻ പോയതാണല്ലേ. അതെ. ഇനി നമ്മുടെ വലിയ ലോകത്തിൽ എന്ത് പരിപാടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്? അടുത്തത് ഞാനൊരു പാട്ടാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ലബ്ബൈക പാടുന്നു ജനകൊടിയരങ്ങലും മുടയോനോടടുക്കുന്നു ലക്ഷ്യം
ഇലാഹിൻ്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ജപതി നടക്കുന്നു. ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചു രസിച്ച് പതിമക്ക തടുത്തിടുന്നേ. റബ്ബിനു ബൈത്ത് നടത്തിടുന്നേ. കൽബിൽ പെരുത്ത മുഹമ്മത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനേ വിണ്ടാനെ ഗുണപൂണ്ടാനേ. ലബ്ബൈക പാടുന്നു ജനകൊടിയടങ്ങലും ഉടയോനോടടുക്കുന്നു ലക്ഷ്യം. ഇലാഹിൻ്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ജപതി നടക്കുന്നു. ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്ക തടുത്തിടുന്നേ. റബ്ബിനു ബൈത്ത് നടത്തിടുന്നേ. കൽബിൽ പെരുത്ത മുഹബത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനേ വിണ്ടാനെ ഗുണപൂണ്ടാനേ. പല ദേശം പല ഭാഷ പല ദേശം മാവിടം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കും ഈ വീടം. പല ദേശം പല ഭാഷ പല ദേശം മാവിടം പല പല സംസ്കാരങ്ങൾ സമ്മേളിക്കും ഈ വീടം. അകിരുൾ ഹരിലുള്ള വെളിച്ചന വിളി കേട്ട് അതൃപ്പത്തിൻ കൽബിയത്തിൻ ഞങ്ങളൊരു വിട്ട് പാടി അവർ തേടി ജഗമാകെ പടച്ചു നയിച്ച് തുണച്ച് തുണച്ച് നയിച്ച് പുരാനെ വിളിച്ച് വിണ്ടാനേ വിണ്ടാനെ ഗുണപൂണ്ടാനേ. ലബ്ബൈക പാടുന്നു ജനകൊടിയടങ്ങലും ഉടയോനോടടുക്കുന്നു ലക്ഷ്യം. ഇലാഹിൻ്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ടിച്ച് ബുദ്ധി നടക്കുന്നു. ഉള്ളു തൊടിച്ച് കൊതിച്ച് വിളിച്ച് ഇച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്ക തടുത്തിടുന്നേ. റബ്ബിനു ബൈത്ത് നടത്തിടുന്നേ. കൽബിൽ പെരുത്ത മുഹമ്മത്തനെ ഒരുത്തനെ തേടി വിണ്ടാനേ വിണ്ടാനെ ഗുണപൂണ്ടാനേ. സഫ മറുവ കിടക്കവസായികൾ നടത്തി സ്മരണയിൽ ഹജറും മകനുമായി വന്നെത്തി. സഫ മറുവ കിടക്കവസായികൾ നടത്തി സ്മരണയിൽ ഹജറും മകനുമായി വന്നെത്തി. അഖിലൊരു ഹലിലുള്ള വിളിച്ചോന വിളി കേട്ട് തൃപ്പത്തി കൽബിയ ജനങ്ങൾ ഒരു വിട്ട് പാടി അവർ തേടി ജഗമാകെ പടച്ച് കരച്ച് തുണച്ച് തുണച്ച് നയിച്ച് പുരാനെ വിളിച്ച് വിണ്ടാനേ വിണ്ടാനെ ഗുണപൂണ്ടാനേ. ലബ്ബൈക പാടുന്നു ജനകൊടിയടങ്ങലും ഉടയോനോടടുക്കുന്നു ലക്ഷ്യം. ഇലാഹിൻ്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ജപതി നടക്കുന്നു. ഉള്ളു തുടിച്ച് കൊതിച്ച് വിളിച്ച് ജയിച്ച് മതിച്ചുടനോർത്ത് രസിച്ച് പതിമക്ക തടുത്തിടുന്നേ. റബ്ബിനു ബൈത്ത് നടത്തിടുന്നേ. കൽബിൽ പെരുത്ത മുഹബത്തോടെ ഒരുത്തനെ തേടി വിണ്ടാനേ വിണ്ടാനെ ഗുണപൂണ്ടാനേ. മാഷാ അല്ലാ, നല്ല അടിപൊളി പാട്ടായിരുന്നു. താങ്ക് യു. അവസാനമായി നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി ഒരു കഥ പറഞ്ഞാലോ? നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് രണ്ട് മൺചട്ടികൾ. ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ ഉണ്ടായിരുന്നു. ആ കർഷകന് വെള്ളം കോരാൻ 2 മൺചട്ടികൾ ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കർഷകൻ മൺചട്ടിയിൽ വെള്ളം കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ വെള്ളം എവിടുന്നോ ഇറ്റുന്നതായിട്ട് ആൾക്ക് കണ്ടു. നോക്കുന്നത്തേക്കും ഒരു മൺചട്ടിയിൽ നിന്ന് പൊട്ടി വെള്ളമൊക്കെ താഴെപ്പോയി. അയാൾ വീട്ടിലെത്തുന്നത്തേക്കും ശകലം വെള്ളം മാത്രമേ അവർക്ക് കിട്ടിയുള്ളൂ. അങ്ങനെയിരിക്കെ ഒരു ദിവസം മറ്റേ മൺചട്ടി അസൂയയോടെ പറഞ്ഞു, നീ പൊട്ടിയ മൺചട്ടിയാണ്, ഇനി നിന്നെ കർഷകന് വേണ്ട, എന്നെ മാത്രം മതി. നീ എന്തിനാണ് അയാൾ എടുക്കുന്ന വെള്ളം പാഴാക്കി കളയുന്നത്? അതിനൊക്കെ എന്നെ നോക്കണം, ഞാൻ ഒരിക്കലും പൊട്ടൂല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ പൊട്ടിയ മൺചട്ടി കർഷകനോട് ചോദിച്ചു, എന്നെ നിങ്ങൾക്ക് വിറ്റൂടെ, അല്ലെങ്കിൽ കളഞ്ഞൂടെ? എന്നെ പൊട്ടിയത് കൊണ്ട് ഞാൻ നിങ്ങളുടെ എടുക്കുന്ന എല്ലാ വെള്ളവും പാഴാക്കളയുന്നു. അപ്പോൾ ആ കൃഷിക്കാരൻ പറഞ്ഞു, നീ ഒന്ന് താഴേക്ക് നോക്കിക്കേ, നിന്റെ പൊട്ടിയ വെള്ളത്തിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ടാണ് ഇവിടെ ഇത്രയും ചെടികൾ വളർന്നത്. ഇത് കേട്ട് പൊട്ടിയ മൺചട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അഹങ്കാരിയായ മറ്റേ മൺചട്ടി ഇതറിഞ്ഞും പൊട്ടിത്തെറിച്ചു. ഗുണപാഠം: ഒരിക്കലും മറ്റുള്ളവരെ പറ്റി തെറ്റായി ചിന്തിക്കരുത്. ഒരു ദിവസം ഉറപ്പായും ജയം നമ്മൾക്ക് തന്നെയായിരിക്കും. അടിപൊളി കഥയായിരുന്നു. താങ്ക് യു. ഇത്രയും നമുക്ക് അടിപൊളി പാട്ട് കഥ ഒക്കെ പറഞ്ഞു തന്ന സൻഫക്കുട്ടിക്ക് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചേണ്ടിപ്പുര.